ധാരാളം ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവും ഞങ്ങൾക്ക് എങ്ങനെ ഈ ഒരു കിട്ടിയ ചാൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതിലെന്താണ് ഒരു സാധാരണ ആൾക്ക് ഈ ഒരു തീരുമാനം സന്യാസി ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇത് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് അടുത്ത് വരേണ്ടത്? ഒരു സാധാരണ ആൾക്ക് ഈ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും? ഏറ്റവും പ്രധാനം, അതായത് ധർമ്മത്തെ കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം. അതിന് എനിക്കെന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ എല്ലാ പരിമിതികളും നിർത്തിക്കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ചോദ്യത്തിന് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉത്തരം നിങ്ങളുടെ ജീവിതത്തിൽ ധർമ്മത്തെ ആചരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു പുസ്തകം, ആ ഒരു വിദ്യയുള്ളൊരു പുസ്തകം അലമാരിയിൽ വെച്ച് പൂട്ടിയാൽ അതിൻ്റെ വിദ്യ നമുക്ക് കിട്ടില്ല. കുറച്ചുകൂടി നല്ല ഇത് ഞാൻ അങ്ങനെ കുറച്ചൊന്നും കാണുന്നതല്ല. എല്ലാ ദിവസവും പൂജ, ആരതി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകത്തിന് തകരാറൊന്നും സംഭവിക്കില്ല, പക്ഷേ പുസ്തകത്തിലെ വിദ്യ നമ്മുടെ ഉള്ളിലാവില്ല. പക്ഷെ എല്ലാ ദിവസവും അത് തുറന്ന് അതിനെ പഠിച്ച് സ്വാധ്യായം ചെയ്ത് അതിനധികാരിയായ ഗുരുവിൽ നിന്നുള്ള ഉപദേശം സ്വീകരിച്ച് അത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ വിദ്യ നമ്മളിലേക്ക് പ്രവേശിക്കുക. അപ്പോൾ അതുപോലെ ധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ആചരണങ്ങളാണ്. ആ ആചരണം ഏറ്റവും ലളിതമായിട്ട് നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പഴയ കാലത്തെ കേരളത്തിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ചിത്രകാരനോട് പഴയൊരു കേരളീയ വീട് വരയ്ക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ പഴയ ഫോട്ടോകൾ നമ്മൾ എൻ്റെ ഒരു ഇതായിട്ട് മാസികകളിലും ചിത്രങ്ങൾ ഇതിലൊക്കെ വന്നിരിക്കുന്ന ഫോട്ടോകളാണെങ്കിലും കേരളീയമായ വീട് എന്ന് പറഞ്ഞാൽ ഒരമ്മൂമ്മ നിലവിളക്ക് കത്തിച്ച് കുട്ടികളും മറ്റുള്ള എല്ലാവരും ചേർന്നിരുന്ന് നാമം ജപിക്കുന്ന ചിത്രമായിരിക്കും. ഇന്ന് അങ്ങനെ നാമം ജപിക്കുന്ന വീടുകൾ നമുക്ക് കാണൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ഈ നാമജപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അർത്ഥമറിയാതെ ജപിക്കുമ്പോൾ പോലും കാട്ടാളൻ മഹാകവിയായിട്ടുള്ള ശക്തിയുള്ള ഇതാണ് നാമജപം. ഏറ്റവും ലളിതമായ ഉപാധിയാണ് ഈ സംസാര സാഗരം കടക്കാൻ ആ ഒറ്റ തോണി മതി താനും. യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള ആചരണങ്ങൾ ഏതൊക്കെയാണോ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള, നമുക്കൊരു കുലദേവതയുണ്ട്, ദേശദേവതയുണ്ട്, ആ ദേവതയുടെ ആരാധന എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ ഉത്സവം നടത്തണമെന്നോ ഒന്നുമല്ല. ഒരു വിളക്ക് വെച്ച് ആ സങ്കല്പത്തിലൊന്ന് നമസ്കരിച്ചാൽ അത് തന്നെ ധാരാളം. നിങ്ങളുടെ എല്ലാ പരിമിതിയും അനുസരിച്ച് നാമം ജപിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആചരണങ്ങൾ. ആ ആചരണങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. നമ്മൾ പങ്കാളികളായാലേ നമ്മളെ കണ്ട് കുട്ടികൾ പഠിക്കുള്ളൂ. കാരണം കുട്ടികൾ പറഞ്ഞു കേട്ടല്ല, കണ്ടാണ് പഠിക്കുക. അപ്പോൾ നമ്മളതിൽ പൂർണ്ണമായിട്ടും മുഴുകുന്നത് കാണുമ്പോൾ കുട്ടികൾക്കും അതിൽ മുഴുകാൻ താല്പര്യമുണ്ടാവും. അങ്ങനെ ധർമ്മത്തെ ആചരണങ്ങളിലൂടെ സ്വന്തം വീട്ടിൽ, ജീവിതത്തിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യാനുള്ള ഏറ്റവും പ്രാഥമികമായ കർമ്മം. രണ്ടാമത് അഖാഡകളുടെ അല്ലെങ്കിൽ മറ്റുള്ള ആശ്രമങ്ങളുടെ ഒക്കെ പ്രവർത്തനങ്ങളിൽ അവരവർക്ക് പറ്റാവുന്ന അത്രയും, പഴയ കാലത്തെ നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ദശാംശം എന്ന് പറയും. നമ്മുടെ സമയത്തിൻ്റെ, നമ്മുടെ അധ്വാനത്തിൻ്റെ, നമ്മുടെ വരുമാനത്തിൻ്റെ, ഹിന്ദിയിലാണെങ്കിൽ തന് മന ധനസേ എന്ന് പറയും. ആശ്രമ വ്യവസ്ഥയിലും ആചാര്യന്മാരുടെ പ്രവർത്തനങ്ങളിലുമൊക്കെ പങ്കാളികളാവുക. അങ്ങനെ നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഈ ധർമ്മത്തിന് വേണ്ടിയിട്ട് നൽകുക. അത് പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട് ഇങ്ങനൊരു കാര്യം നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ് എന്ന് 10 ആളുകളോട് പറഞ്ഞ. അപ്പോൾ നേരത്തെ ഈ മലയാളികൾ വരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ മലയാളികളുടെ ഒരു പൊതുവിലുള്ളൊരു മാനസിക അവസ്ഥയെക്കുറിച്ചിട്ട് ഉത്തരഭാരതത്തിൽ പറയാറുള്ളൊരു കാര്യമാണ്. അവിടെ ഒരു ആശ്രമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സംസ്ഥ, നമ്മളവിടെ ധാർമ്മിക പ്രസ്ഥാനങ്ങളെയൊക്കെ സംസ്ഥ എന്നുള്ള രീതിയിലാണ് പറയുക. സംസ്ഥയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ ഉത്തരഭാരതത്തിലെ ഒരാൾ പറയുക, ആ മഹാരാജ് 1000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ആ സംസ്ഥ 200 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുക. നമ്മുടെ മലയാളികളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ആശ്രമത്തിലെ സന്യാസിമാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അവർ ആ സ്കൂള് തുടങ്ങിയതിൻ്റെ സ്ഥലം അവിടുത്തെ ആളുകളുമായിട്ട് എന്തൊക്കെയോ കേസിലാണ്. ഇതാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഉത്തരഭാരതത്തിൽ ഇത് പറഞ്ഞ ആളുകളോട് ഇങ്ങനെ എന്തെങ്കിലും കാര്യം അവിടെ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർ ചോദിക്കും, നിൻ്റെ വീട്ടിൽ കേസില്ലേ? നിൻ്റെ വീട്ടിലെല്ലാവരും നല്ല കുടുംബക്കാരെല്ലാവരും നല്ല ബന്ധത്തിലാണ്. പക്ഷെ അതിനല്ല നമ്മൾ പ്രാധാന്യം. അപ്പോൾ അതൊക്കെ എല്ലാ സ്ഥലത്തും നടക്കും. ഒരു കർമ്മം നടക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടക്കും. നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സേവ ചെയ്യാൻ താല്പര്യമുണ്ടോ, ചെയ്യുക. അല്ലെങ്കിൽ അത് വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കിയേക്കുന്നത്? ഇതാണ് അവിടെ. ഇതിങ്ങനെ എന്തെങ്കിലും സംസാരം വന്നാൽ തന്നെ അവിടുത്തെ ആളുകളുടെ മറുപടി ആയിരിക്കും. നമ്മുടെ ഇവിടെ ആളുകൾ ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങളിലാണ്. അതായത് പല കാരണങ്ങൾ കൊണ്ട് കേരളത്തെ സ്വാധീനിച്ച, ഒരു ഇടക്കാലത്ത് സ്വാധീനിച്ച രാഷ്ട്രീയ ആദർശം നിഷേധാത്മകതയുടേതായിരുന്നു. ആ നിഷേധാത്മകത
ആ നെഗറ്റിവിറ്റി പൊതുസമൂഹത്തിൽ വ്യാപിച്ചിട്ടുണ്ട്. അതിനെ മാറ്റി തീർത്ത് സർഗാത്മകതയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ് ധാർമ്മികമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, അത് പ്രവൃത്തി കൊണ്ട്, വാക്കുകൊണ്ട്, ഒന്നും പറ്റില്ല, മുഴുവൻ കിടക്കുന്ന വയ്യാതിരിക്കുന്ന ഒരാളാണെങ്കിൽ അയാളുടെ സങ്കല്പം കൊണ്ട് ഒക്കെ ചെയ്യുക. ആചരണങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. ഇതാണ് ഒരാൾക്ക് ചെയ്യാനുള്ളതെന്നാണ്.